അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള സാധനം മേടിച്ച് ഞാനത് പക്ഷെ ലേറ്റസ്റ്റ് വീഡിയോയിൽ ഒരു കമന്റ് കണ്ടതുകൊണ്ട് മാത്രം റിപ്ലൈ തന്നതാ. ലുലു സെലിബ്രേറ്റ് ഇപ്പൊ എനിക്ക് പിടികിട്ടി. ഇത് കൂടുതലുണ്ടല്ലോ. ഗംഭീരാണല്ലോ. അത്രയ്ക്ക് വലുതൊന്നല്ല. ഇതിന് എത്ര റേറ്റ് ഉണ്ടാവുന്നൊന്ന് ഊഹിക്കാൻ പറ്റുമോ? ഇത് നല്ല സൂപ്പറാണല്ലോ. ഇഷ്ടപ്പെട്ടോ? നല്ലത്, അടിപൊളി. നീ ഒരു ലഗി 5-6 ടോപ്പിനിടാൻ പോലെ ഞാൻ ഇടില്ല. അമ്മയ്ക്ക് മേടിച്ച ഒരു സാരിയാ. എങ്ങനെയുണ്ട്? അമ്മയ്ക്കൊരു വനിതാ ദിന സമ്മാനം. ഇന്നത്തെ വൈകുന്നേരത്തെ അമ്മയുടെ ഈവനിങ് ടീയുടെ ഒപ്പമുള്ള ഐറ്റംസ് ഒക്കെയാണ്. ഇതെന്നാ സാധനം? ഈ ചക്കയുടെ ഒക്കെ മണം വന്നുണ്ട്. പക്ഷെ ആവിച്ചിരുന്ന ചക്കയില്ലേ, ചക്കക്കുരു ഒക്കെ ഇതാക്കി എടുത്തു. ആ ചക്ക ആവിച്ചിരിക്കുവായിരുന്നു, അതുകൊണ്ട് കഴിക്കാനൊരു സുഖയിലായിരുന്നു. ഞാൻ അതിന്റെ പൾപ്പെടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ അത്ര ബെറ്റർ അല്ല. കുമ്പിള് കൊത്തി ഉണ്ടാക്കണതിന്റെ ക്ഷമ ചെയ്യണതിന്റെ വലിയ അർത്ഥമില്ല. അത് കാരണം ഞാൻ കിണ്ണത്തില കുമ്പളപ്പത്തിന്റെ അതേ മോഡൽ എല്ലാ സാധനവും ഇട്ടങ്ങ് ചുട്ടു, പുഴുങ്ങിയെടുത്തു. അപ്പൊ അതിന്റെ മീതെ 2 ഇലയിട്ട് അത്യാവശ്യം മണമുണ്ട്. പക്ഷെ മൂപ്പ് കുറവുള്ളതിന്റെ പൾപ്പിന് ഒരു രുചിക്കുറവുണ്ട്. ഇത് കഴിക്കുമ്പോ അറിയാം രുചി. മറ്റേ മണമുണ്ട്, പക്ഷെ നമ്മള് സാധാരണ ഉണ്ടാക്കണ അത്രയും ആയിട്ടില്ല. കാരണം ചക്ക അതുപോലെ ആയിരുന്നു. അത് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് അയച്ചു തരാം. ചക്ക ഒട്ടും തന്നെ അങ്ങനെ ചുള നല്ലതായിരുന്നില്ല. മധുരമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചുളയില് ഒരു വെള്ള നിറമായിരുന്നു കൂടുതലും. ആവിച്ചിരിക്കുന്ന ചക്കയായിരുന്നു. പിന്നെ കൊതി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാട്ടോ. ഫസ്റ്റ് ടൈം കിട്ടണതല്ലേ. ഫ്രഷ് ചക്കക്കുരു ഉണ്ടാ. അതെ. നാളെ അതല്ല, നാളെ ആ ചക്കക്കുരു റെഡിയാക്കി ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുരിങ്ങക്കോലിട്ട് കപ്പ ഇന്ന് മുരിങ്ങക്കോല് മേടിച്ചിട്ടുണ്ട്. മേടിച്ചതാ മാർജിൻ ഫ്രീ. അപ്പൊ ചക്കക്കുരു ഇട്ട് നാളെ അതുണ്ടാവും. നാളെ അതാട്ടോ. ഓക്കേ, ഇന്ന് 1-2 സാധനം കാണാനുണ്ട് നമുക്ക്. ആദ്യം ഇത് കഴിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഭക്ഷണം കഴിക്കാം. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന്. ജോലി കഴിഞ്ഞ് വന്നതല്ലേ, ആദ്യം ഭക്ഷണം കഴിച്ചേ. അതൊക്കെ കഴിക്കാം, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഈ ഇഷ്ടമുള്ള സാധനം മേടിച്ച് ഞാനത് കഴിക്കാതായിരുന്നു. അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുള്ള സാധനം അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന്. ഞാൻ മറന്നുപോയി. നമ്മള് ഓൾറെഡി വീഡിയോയില് പറഞ്ഞേക്കണതാ. പക്ഷെ ലേറ്റസ്റ്റ് വീഡിയോയിൽ ഒരു കമന്റ് കണ്ടതുകൊണ്ട് മാത്രം റിപ്ലൈ തന്നതാ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സകലതും വർജിച്ചല്ല ഞങ്ങള് നോയമ്പെടുക്കണത്. ഞങ്ങള് പാല്, മോര്, തൈര് ഉപയോഗിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് തന്നെ നോയമ്പിന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ചില വീഡിയോസ് വരുന്നത് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ഇതുവരെയും കൊടുത്തിട്ടില്ല എന്ന് തോന്നണം. ഫിഷിന്റെ ഒക്കെ ഐറ്റംസ് തീർന്നിട്ടില്ല നമ്മള്. അപ്പൊ അത് ഇടയ്ക്ക് ക്ലിപ്പിംഗ് വരും. പക്ഷെ നോയമ്പില് ഇറച്ചി, മീൻ, മുട്ട, ചെമ്മീൻ ഇങ്ങനെയുള്ള യാതൊരു സാധനം ഉപയോഗിക്കൂല. പാല് ഞങ്ങൾ വർജിച്ചിട്ടില്ല. പാലും മോരും ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ പുതിയ വ്യൂവറല്ലോ ആണോന്ന് എനിക്കറിയില്ല. എഴുതിയിട്ടുണ്ടായിരുന്നു പാലും കൂടെ നോക്കിയാലേ ശരിയാവുന്നു. പക്ഷെ എല്ലാം കൂടെ വർജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. കാൽസ്യം അല്ലേ, മുട്ട നമ്മള് അവോയ്ഡ് ചെയ്യുമ്പോ കാൽസ്യത്തിന്റെ ഒരു മെയിൻ സോഴ്സ് നമുക്ക് അവിടെ പോവും. പിന്നെ പാല്. അതെ അതെ അതെ. ഞാൻ ഈ കമന്റ് കണ്ടത് കൊണ്ട് മാത്രം ഓക്കെ. ഞാൻ കൊണ്ടുവന്ന സാധനം എന്താണെന്ന് അറിയാൻ എക്സൈറ്റഡ് ആണോ? ഇടയ്ക്കമ്മ അങ്ങോട്ട് നോക്കണ്ട, അവിടെ ഇരിക്കണ കവർ എന്താന്നാണ്. അധികം നോക്കണ്ട, കണ്ണ് പിടിക്കുന്നില്ല. കണ്ണാടി സന്ധ്യ ആയതുകൊണ്ട്. ഇനിയിപ്പോ ജോലിയെല്ലാം കഴിഞ്ഞിരിക്കുക. ചെടി നനയ്ക്കാനുണ്ട്. അത് രാത്രിയിൽ നനയ്ക്കാം. കുറച്ച് നനച്ചിട്ടാ പോകുന്നതാ. കഴിക്കാം. വാട്ടർമെലൺ അപ്പം മേടിച്ചതാണ്. നല്ല മധുരമുണ്ട്. പക്ഷെ ഇന്നാള് കൊണ്ടുവന്നതിന് കൂടുതൽ മധുരം ഉണ്ടായിരുന്നു. നമ്മൾ ആ ലെമണൊക്കെ ഇട്ട് ജ്യൂസ് ഉണ്ടാക്കിയില്ല, അതിന് നല്ല മധുരമായിരുന്നു. അത്രയും ഇല്ലാന്ന് തോന്നുന്നു. 2.5 കിലോയാന്നാ പറഞ്ഞത്. നമുക്ക് മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കാം കേട്ടോ, നമ്മുടെ വർഷം. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ചക്കയാണ് ഞാൻ കഴിക്കാൻ പോണേ. അങ്ങനെ വിളിച്ചാ മതി അതിനാ. കൊഴപ്പൊന്നുമില്ല കേട്ടോ. അപ്പ പറഞ്ഞു ഈ മൂക്കാത്തതിന്റെ മാവിച്ച് അതിന്റെ പൾപ്പിന്റെ ഒരു സ്വാദ് കുറവുണ്ട് എനിക്ക് തോന്നിട്ടോ. നല്ല സോഫ്റ്റ് ആണ്. സോഫ്റ്റ് ഒക്കെയാ, പക്ഷെ ആ ഒരു സ്വാദ് കുറവ് വരുന്നത് ആ ഫ്രൂട്ടിനധികം ടേസ്റ്റ് ഇല്ലാത്തോണ്ടാണ്. പിന്നെ ഞാൻ ഇലയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാ
അപ്പത്തിന്റെ മീതെ ഇല ഇട്ടേച്ച്. പിന്നെ നല്ല അരോമയാണ് കേട്ടോ. ഞാൻ സ്മെല്ലെന്ന് പറഞ്ഞപ്പോ എന്നോട് ഒരാള് തിരുത്തി തന്നു. ഫുഡിന് നമ്മൾ സ്മെല്ലെന്നല്ല പറയണ്ടേ, ഫുഡിന് അരോമയെന്നാണ് പറയണ്ടേന്ന്. അത് കറക്റ്റ് ആണ് കേട്ടോ. പക്ഷെ നമ്മൾ എപ്പോഴും ഈ പറയണത് ഇങ്ങനെ പറഞ്ഞ് ശീലമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇത് ഒരു പ്ലേറ്റ് നിറച്ച് നമ്മൾ ഡ്രോയിങ് റൂമിൽ വെക്കുമ്പോ വരുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, പ്രത്യേകിച്ച് ചക്കയൊക്കെ ആയി തുടങ്ങുന്ന ടൈമിൽ ആ സ്മെല്ലടിക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ. അപ്പൊ ചക്കയപ്പം കഴിക്കാൻ ആഗ്രഹമുള്ളവരെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ കഴിക്കണേ. അതെ 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 അതെ, ഇതൊരു അഡ്ജസ്റ്റ്മെന്റാ. കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ചെയ്തത്. പക്ഷെ ഇടനേകടെ വരുമ്പോഴാണ് അതിന്റെ സ്വാദ് ശരിക്കും നമുക്ക് കിട്ടുക. നിങ്ങളുടെ നാട്ടിലൊക്കെ എടന വെച്ചിട്ടാണോ ചക്കയപ്പം ചുടണേ? അതോ ചിലര് പ്ലാവിലയിലൊക്കെ ചുടുന്ന കേട്ടിട്ടുണ്ടോ? ചിലര് കറുകയിലയിൽ ചുട്ട് കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ട്രഡീഷണൽ ആയിട്ട് എടനയിൽ തന്നെയാണ് ചുടുന്നത്. ഒരു അരോമ ഒരു പ്രത്യേക ഫീലാണ് അതിന്റെ അരോമ. അത് ചക്കയിലേക്ക് അങ്ങ് ഇറങ്ങും, ചക്കയപ്പത്തിലേക്ക്. ചിലർ ഇതിന് പറയുന്ന പേരെന്താന്നറിയോ? പൂച്ചയപ്പം. നമ്മുടെ വീഡിയോയിൽ തന്നെ ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ടുണ്ട് പൂച്ചയപ്പം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേന്ന് അറിയില്ല. അപ്പൊ അതാണ് സംഭവം. ആദ്യമായിട്ട് ഈ സീസണിൽ കഴിക്കണാരനെ ഭയങ്കര ഇൻട്രസ്റ്റ്. ആ ഒരു ഫ്ലേവർ തന്നെ നല്ല രസം. അപ്പൊ ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് വേഗം അമ്മയ്ക്കുള്ള പാക്കറ്റ് കൊടുക്കാം, അത് നല്ലത്. അതെ 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 അതെ. എന്താണെന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ എന്നെ പോലും ആഗ്രഹിച്ചിരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. അതെ, എന്തായാലും ഞാൻ എടുക്കാം. അപ്പ എന്തെങ്കിലും പറഞ്ഞോ? പക്ഷെ അപ്പ എന്തോ പറയണ പോലെ കേട്ടു. എനിക്കും തോന്നി. അതെ, ഇതാണ് കവറ്. ഇപ്പൊ മനസ്സിലായോ? ലുലു സെലിബ്രേറ്റ്. ഇപ്പൊ എനിക്ക് പിടികിട്ടും. ഇത് കൂടുതലുണ്ടല്ലോ. ഒരെണ്ണം എന്റെയാ. ഒരെണ്ണം എനിക്കൊരു തുണി മേടിച്ചതാ. അത് പക്ഷെ ലുലു എന്നല്ല, കോട്ടൺ സ്റ്റോറിന്നാ മേടിച്ചത്. മറ്റേ ഗ്രൗണ്ടിലുള്ള കോട്ടൺ സ്റ്റോർ. അതാ വെളുത്ത കവറ്. അതും കാണിക്കാം. ഇതിങ്ങനെയാണ് അവര്. അല്ല അല്ല, അത് ഞാനിട്ട കവറാ. ഈ കവറിലാണോ? ആ കവറിലാ തന്നെ. അത്രക്ക് വലുതൊന്നല്ല. എങ്ങനെയുണ്ട്? ഇത് നല്ല അത്യുഗ്രനായിട്ടുണ്ട്. ഇത് ലിനൻ വിത്ത് കോട്ടയാ. ലിനനിലുള്ള കോട്ട. ഇത് നല്ല സൂപ്പർ ആണല്ലോ. ഇഷ്ടപ്പെട്ടോ? നല്ലത്, അടിപൊളി. എന്റെ ഫേവറേറ്റ് കളർ പിങ്ക്. ഫുൾ ബോഡി അങ്ങനത്തെയാ. ആണോ? തുമ്പ എങ്ങനെയാ? ബ്ലൗസ് പീസ് ഉണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിനില് ബോർഡർ ഉണ്ട്. മനസ്സിലായി. അതിങ്ങനത്തെ അങ്ങനെയാ വന്നത്. ലിനൻ കോട്ട അല്ലേ? ലിനൻ കോട്ട. അപ്പൊ കുറച്ച് സ്റ്റിഫായിട്ടിരിക്കുവായിരിക്കും. പിന്നെ ഇത് പറന്നിരിക്കുന്ന ടൈപ്പാ. നല്ലതാ, നല്ല സാരിയാ. ഇഷ്ടപ്പെട്ടോ? നല്ല കളറ്, ഗംഭീര. എന്റെ അഭിപ്രായത്തിൽ ഇതിന് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് എനിക്കിഷ്ടം. അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അമ്മയ്ക്ക് ഇടാം. കോൺട്രാസ്റ്റ് ഇഷ്ടമല്ല. ഇതിനാ നീ മേടിച്ചോണ്ട് തന്നെ പിങ്ക് ഹക്കോബ ചേരും. അത് ചേരും. പക്ഷെ പിങ്ക് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ വിത്തായിരിക്കും നല്ലത്. പിന്നെ അത് കൂടാതെ ഞാൻ എന്നാണെങ്കിലും ഒരു ബ്ലൗസ് നീ ഒരു ലെഗി 5-6 ടോപ്പിനിടാൻ പോലെ ഞാൻ ഇടില്ല. ഒരു ബ്ലൗസ് ഒരു ഷർട്ട്. പിന്നെ ഇൻ കേസ് ചിലപ്പോ ബ്ലൗസ് ചിലപ്പോ ഇറക്കോ അല്ലെങ്കിൽ ലൂസോ ഒക്കെ ആണെങ്കിൽ വേറെ ഒരു സാരിയുടെ എടുത്തിടണതാ ചില സിറ്റുവേഷനില്ല. ഞാൻ എപ്പോഴും പഠിക്കുന്ന കാലം മുതലേ അതാത് സാരിയുടെ ബ്ലൗസ് അതാത് സാരി മടക്കുമ്പോ അതിന്റെ കൂടെ അകത്ത് മടക്കി വെക്കും. അങ്ങനെയായിരുന്നു. അപ്പൊ എല്ലാ സാരിക്കും ബ്ലൗസ് ഉണ്ടാവും. 2 സാരി ഒരേ കളറിൽ രീതിയിലുണ്ടെങ്കിലും എനിക്ക് 2 ബ്ലൗസ് അതിന് ഞാൻ തയ്പ്പിക്കും, അല്ലെങ്കിൽ നരച്ചു പോകും. 2 സാരിക്ക് ഒരു ബ്ലൗസ് തന്നെയിട്ട് ആ ബ്ലൗസ് പെട്ടെന്ന് നരയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ചിലപ്പോ ക്ഷീണിച്ചപ്പോ ചില ബ്ലൗസ് തയ്ച്ച് ചിലപ്പോ ലൂസായിട്ടിരിക്കും, ചിലപ്പോ ഇപ്പൊ ഇറക്കായിട്ടിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളപ്പോ വേറെ ഏതിന്റെങ്കിലും എടുത്തിടാറുണ്ടെന്നല്ലാതെ കോമൺ ആയിട്ട് ഞാൻ ഒരേ സാരിക്ക് ഒരേ ബ്ലൗസ് തന്നെ ഇടുവോളൂ. അങ്ങനെയാണ് എന്റെ രീതി. പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോ മാറാറുണ്ട്. ഓക്കെ. ഇതിന് എത്ര റേറ്റ് ഉണ്ടാവും ഊഹിക്കാൻ പറ്റുമോ? ഇതിനാ വിലയൊന്നും നോക്കണ്ട. അതല്ല, ഇപ്പോഴത്തെ ഈ നിലവാരത്തിലെ സാരിയുടെ
റേറ്റ് ഒന്നും എനിക്കറിയില്ല. എന്നാലും ഇതിനൊരു ഊഹം. എനിക്ക് ഇങ്ങനത്തെ സാരിയുടെ വില അറിയില്ല, ഇങ്ങനത്തെ സാരി മേടിച്ചിട്ടുമില്ല. അതുകൊണ്ട് ചുമ്മാ ഒന്ന് ഊഹിച്ചു നോക്ക്. അണ്ടർസ്കേർട്ടൊക്കെ ഇതിന് ഭാഗത്തിനുള്ളതുണ്ട്. കോള് പിടിപ്പിക്കണം. സാരി ഇഷ്ടപ്പെട്ടോ? ഒന്നേ നല്ല സാരിയാ. ഇത് എന്നാണെങ്കിലും ഒരു 2 ഉണ്ടോ? ഇല്ല, 2 താഴെയാ. 2-നോടടുത്ത് എനിക്ക് തോന്നി. 1399. ഓ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 1399 അത്രേ ഉള്ളൂ. നല്ല സാരിയാ. നല്ല സാരി. അതാ ഞാൻ പിന്നെ എടുത്തത്. നല്ല സാരി ആയിട്ട് എനിക്കും തോന്നി. കളറും നല്ല സാരി. അവിടെ ഒത്തിരി ടിഷ്യൂ മോഡലൊക്കെ ഉണ്ട് കേട്ടോ. 3000 താഴെയുള്ളതൊക്കെ നല്ല ഭംഗിയുള്ള. അത് പറഞ്ഞിരിക്കുവോ? പറന്നിരിക്കുന്ന ടൈപ്പ്. ഒരു ദിവസം അവിടെ ഒന്ന് പോയി നോക്കാം. അപ്പൊ അവരെ എന്നോട് പറഞ്ഞ നമുക്ക് വീഡിയോ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ അമ്മയായിട്ട് ഒരു ദിവസം വരാന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം പോകാം അവിടെ. നമുക്കൊരു ഫംഗ്ഷനെ കൊടുക്കാൻ പറ്റിയേ. അതെ അതെ, അവിടെ ഉണ്ട് ഫംഗ്ഷൻ കൊടുക്കാൻ പറ്റിയതുകൊണ്ട് അവിടെ 3 താഴെയുണ്ട്. നമുക്ക് പോകാനുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് എടുക്കാതിരുന്നത്. നമ്മൾക്ക് പോകാനുള്ളതുകൊണ്ടേ വീഡിയോ ഒക്കെ എടുക്കാന്ന് കരുതിയാ ഞാൻ പിന്നെ അത് എടുക്കാണ്ടിരുന്നത്. 2500-നും 3-ക്കും ഇടയ്ക്കുള്ള ഒരെണ്ണം മേടിക്കണം. അവിടെ അങ്ങനത്തെ ഉണ്ട്. ലിനനുണ്ട്, പിന്നെ ടിഷ്യൂവിലൊക്കെ ഉള്ളതുണ്ട്, സിൽവർ കരയുള്ളതൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാ അത്. നല്ല ഭംഗിയാ. എനിക്ക് കളറാ ഇഷ്ടപ്പെട്ടില്ലേ? നല്ല കോമ്പിനേഷൻ. അപ്പയുടെ ഒന്ന് ചോദിക്കട്ടെ എങ്ങനെയാണെന്ന്. അപ്പ ചോദിക്കും. അല്ല, ഈ സിൽവർ ഉണ്ടല്ലോ, ഇത് ഗ്ലേസ് ചെയ്യും. ത്രെഡ് വർക്കാ അത്. മനസ്സിലായി. അപ്പൊ അത് എടുത്ത് കഴിയുമ്പോ ഭയങ്കര ഗ്ലേസിംഗ് ആയിരിക്കും. ഞാൻ വെച്ച് നോക്കിയപ്പോ നല്ല രസമായിരുന്നു. പണ്ടത്തെ മോഡലാ ത്രെഡ്. കോട്ടസാരിക്കൊക്കെ പണ്ട് വന്നത്. ലിനൻ കോട്ടയാന്നാ പറഞ്ഞത്. ലിനൻ കോട്ട അല്ലേ. പിന്നെ ബാത്തിക്കിലൊക്കെ ഉള്ള വേറെ എന്തൊക്കെയോ മോഡലുള്ളതും ഉണ്ട് അവിടെ. ബാത്തിക്കിലുള്ള സിൽക്കുണ്ടോ? അതൊക്കെ ഉണ്ട്. ബാത്തിക് സിൽക്ക് ഒക്കെ ഉണ്ട് അവിടെ. നല്ല കളറുണ്ട് അവിടെ. ഈ ക്യാരറ്റ് പീച്ച്, ഒണിയൻ പിങ്ക്, അതൊക്കെ ഉണ്ട് അവിടെ. പീച്ചില് പണ്ട് എനിക്ക് ഉണ്ടായിരുന്നത് മെറൂൺ ബോർഡറിൽ. അതെ 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 അതെ. നല്ല കളറാണ്. നല്ല കളറാണ്. ഒരു ദിവസം പോയതായിരുന്നു. ഇത് അപ്പേനെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പയുടെ അഭിപ്രായം ചോദിക്കാം. മറ്റേതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട്. ഓപ്പൺ ചെയ്യാം. നല്ലതാ. ഈ പിങ്ക് കളർ ഒന്ന് ഡൗൺ ആക്കാനാണ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടണോന്ന് പറയണേ. അതെനിക്ക് വേണ്ട. എനിക്ക് കോൺട്രാസ്റ്റിലും ഇഷ്ടം ഇതിന്റെ തന്നെ പോലത്തെ ബ്ലൗസ്. ഞാൻ ഉദ്ദേശിച്ച ബ്ലൂ ബ്ലൗസ് ഒക്കെയാ അതിന്, പിങ്കിന്. പിന്നെ അമ്മക്ക് ഇഷ്ടമുള്ള അമ്മ ഇട്ടോ. കോട്ടൺ സ്റ്റോർ. അത് ഞാൻ എനിക്ക് വേണ്ടി ഒരു അജ്രാക്ക. അത് നല്ല ഭംഗിയില്ലേ? നല്ലതാണ്. അടിയിലത്തെ ചോദിക്കുമ്പോ അതിന് കറുപ്പിടാ. ഒരു കറുപ്പിട്ട് മുരയാതിരിക്കാനാണ് 2 കറുപ്പ് മേടിച്ചു വെച്ചേക്കണം. നല്ല കളറാ. വേനൊക്കെ യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ നീ കോട്ടൺ അല്ലേ യൂസ് ചെയ്യണത്? അവിടെ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഉണ്ട്. മറ്റേത് അപ്പേനെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഏത് സാരി? സാരി കാണിക്കാം. ഫോണ് ആർ യു ഹാപ്പി? ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അമ്മയ്ക്ക് മേടിച്ച ഒരു സാരിയാ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അമ്മയുടെ ഇഷ്ടമല്ലേ പ്രധാനം. അമ്മയുടെ ഫേവറേറ്റ് കളറല്ലേ? ഇതിന് പറ്റിയ ബ്ലൗസ് അതിലുണ്ടോ? ഇതിന്റെ തന്നെയാണോ ബ്ലൗസ്? ഓ, പിങ്ക് ബോർഡർ ഉണ്ടാവില്ല. വൈറ്റ് ത്രെഡ്. അത് ഇടുമ്പോ അമ്മയ്ക്ക് തന്നെ ഒരു നാണം. അമ്മയ്ക്കൊരു വനിതാ ദിന സമ്മാനം. മാർച്ച് 8 ഞാൻ ഓർത്തില്ല. ഞാനൊരു ദിവസം സെലിബ്രേറ്റ് പോവുക ഇവിടെ കൂട്ടി. അവിടെ ഒരു ഇനിയിപ്പോ കൊറേ ആവശ്യങ്ങളൊക്കെ വന്നില്ല, ഒരു സാരി മേടിക്കാൻ. സിൽക്കിന്റെ നല്ല സാരി മേടിക്കാൻ. ഇത് അവളെ ഗിഫ്റ്റ് തന്നു. അപ്പക്ക് ഇഷ്ടപ്പെട്ടോ സെലക്ഷൻ? നല്ല ഭംഗിയില്ലേ? പിങ്ക് കണ്ടപ്പോ ഞാൻ ആദ്യം അമ്മേനെ ഈ ഡിസൈനാ ഫുള്ള്. തേരും മറ്റേ എനിക്കറിയാൻ മേല. അതും മറ്റേ എനിക്കറിയാൻ മേല. ഞാൻ അതൊന്നും അറിയില്ല എനിക്ക്. അല്ല, അത് ബ്ലൗസാ. ഇത് തേര് ബ്ലൗസ്. വേറെ ഈ വശം ബ്ലൗസാ. ബ്ലൗസ് കട്ടിങ് വേറെ. അല്ല, വൈറ്റ് ബോർഡർ അത് ഇതിനുള്ളതാണോ? അത് എന്നോട് പറഞ്ഞ ഒരു ബ്ലൗസിന്റെ ആന്നാ വൈറ്റ് ബോർഡർ. എന്നാ വേണം പിന്നെ? ഫുള്ളും അതാന്ന് തോന്നുന്നു അല്ലേ? ഈ ഭാഗമാണ് ബ്ലൗസ് കട്ട് ചെയ്യണം. ഇവിടെ നിന്നോട്ടം. മനസ്സിലായോ?
അപ്പൊ അവര് പറഞ്ഞു ഈ വൈറ്റ് ആ കറക്റ്റാ. അല്ല ഇത് വൈറ്റ്. ആ അതെ അതെ ദേ ഇവിടെ സൈഡ് ബോർഡർ വൈറ്റ്. അത് അപ്പൊ ആ വൈറ്റ് ബ്ലൗസിൽ എവിടെ വരും? കയ്യില് പറയാ പറഞ്ഞു തരാം. ഇവിടം വരെ തുമ്പ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇതാണ് തുമ്പയിൽ വന്നത്, സാരിയുടെ തുമ്പയിൽ വന്നത്. എന്നിട്ട് ഈ ഭാഗം വെച്ച് ഇത് മാത്രം കയ്യിൽ വരും ബോർഡർ. റൗണ്ടില്ലേ? ആ അങ്ങനെ തന്നെ. ഇപ്പൊ മനസ്സിലായോ? എല്ലാം ക്ലിയർ ആയി. എനിക്ക് ആവി എടുത്തിട്ട് പൊല്ലാത്ത അല്ല ഞാനൊന്ന് ഉടുത്താനപ്പ. ആ ഇത് ബേബി കട്ട് ചെയ്ത് തയ്ച്ചോളും. ബേബി ചാട്ടം കട്ട് ചെയ്തു. കയ്യില് കൊടുത്ത ഫോള് അടിക്കണം, ലൈനിങ് മേടിച്ചു കൊടുക്കണം. ലൈനിങ് പുള്ളി വെച്ചോളും പറഞ്ഞ. സാരി നല്ലതാ അല്ലേ? നല്ലതാ, നല്ല സാരി. എനിക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോ തന്നെ. ഓക്കെ. ഇതും മറ്റേ ഉടുത്തൊരു ചെത്തലുണ്ട്. ബേബി പിങ്ക. ആ അതെ 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 അതെ. ഞാൻ പറഞ്ഞു ഇതിന്റെ കൂടെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാൻ അമ്മയുടെ. അപ്പൊ അമ്മയ്ക്ക് അത് വേണ്ടാന്ന്. ചൂടെടുത്തിട്ടേ മാല ഊരുക. എന്നാ അമ്മ നോക്കണേ? ഒന്നുമല്ല, മടക്കാന്ന് ഓർത്താ. ആ കണ്ടോ? പിന്നെ ഇനി നമുക്ക് ഇത് ഫോളൊക്കെ പിടിപ്പിച്ച് ബ്ലൗസ് തുമ്പ അതെ 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 ബ്ലൗസൊക്കെ തയ്ച്ചു കഴിഞ്ഞിട്ട് കാണാം. കാണാം.